ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് അപ്പം ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോകുന്നത്, റീൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്ലോഗാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. മറവായ കയ്യിലുണ്ട്, ചാർജ് ഇല്ല. അത് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പം സുഫിയാൻ ഇവിടെ ഉണ്ട്. പുതിയൊരു ക്യാരക്ടറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ ക്യാരക്ടർ അൺലോക്ക് ആയിട്ടുണ്ട്. പറയൂ, എന്താണ് വീഡിയോ എടുക്കാൻ വരാനുള്ള താല്പര്യം? മിഥുന് നെടുമങ്ങാടുന്ന് റീലെടുക്കാൻ വേണ്ടി മാത്രം ആണ് വെമ്പായം വരെ വന്നേക്കുന്നത്. അതാ ഞാനും ആലോചിക്കുന്നത്. ഇപ്പൊ എന്താ കാണിക്കുന്നത്? ഇർഫാൻ ബാറ്റും, നമ്മള് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റാണ് എടുക്കുന്നത്. അപ്പം ഇർഫാൻ ബാറ്റും ബോളും ഒക്കെ എടുത്തു ആണ് നമ്മുടെ ബാറ്റ്. ഈ ബാറ്റിലാണ് നമ്മളെ റീല് മുഴുവൻ ഇരിക്കുന്നത് ഗൈസ്. നമുക്ക് തുടങ്ങാം. അതെ ഗൈസ്, അപ്പം ഇന്നലത്തെ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. മന്തിയുടെ വ്ളോഗായിരുന്നു. അപ്പം അത് കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം. ആരും കാണാതില്ലെന്നറിയാം. ഓക്കെ, അപ്പോൾ പുതിയ വ്ളോഗ് എന്ന് പറയുമ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ്. അതെ, നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. ഇന്ന് വീഡിയോ ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. മിഥുൻ അവിടെ നിൽപ്പുണ്ട്. മിഥുൻ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിലോട്ട് വന്നെന്നുള്ള ഇൻസ്പിറേഷൻ നിർത്തിട്ടോ, പോട്ടെ. ഓക്കെ, അപ്പം വ്ളോഗ് എങ്ങനെയാണ്? അപ്പം ഇന്ന് ഒരു എത്ര മണിക്കൂറിന് വ്ളോഗ്? ഒരു 10 മണിക്കൂർ പോകണുണ്ട്. ഓക്കെ, അവൻ്റെ കൊച്ച് സൈക്കിൾ ചവിട്ടുന്നു. കല്ലടിക്കില്ല, ബാറ്റ് കേടാവൂടാ. കണ്ടന്റ് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ കണ്ടന്റ് ഈ ബാറ്റിലാണ് എല്ലാം. അതെ ഗൈസ്, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം ആ ക്രിക്കറ്റ് കളിക്കുന്നതിന് ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുക്കുന്നത്. കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ അത് ഈ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കും. എന്നിട്ട് പൊസിഷൻ പറ. പൊസിഷൻ ഈ കാല് ഇങ്ങനെ ബെൻഡാക്കി വെച്ചിട്ട് എനിക്ക് ഇത്ര പൊക്കമുള്ള ചെറിയ ബാറ്റ് പറ്റില്ല. എൻ്റെ വീട്ടിൽ വലിയുള്ള ബാറ്റാണ് കളിക്കുന്നത്. വലിയ ബാറ്റ് അത് പൊക്കം കൂടുന്നതനുസരിച്ച് ബാറ്റിന് നീളവും ഇതിന് നീളം കൂടുതലല്ലേ? ഞാൻ ഇങ്ങനെ ബാറ്റ് എടുക്കാം. ഓക്കെ, ഇർഫാൻ അവിടെ ഉണ്ട്. ഇർഫാൻ്റെ അടുത്തോട്ട് പോവാം. ഇർഫാനെ ചാർജ് ഇട്ടുന്നില്ല, വെള്ളം കൊടുക്കാനെന്നാ പറഞ്ഞത്. അയ്യോ, അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് വ്ളോഗ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം ഫഹദ് വന്നിട്ട് നമുക്കിനി ബാക്കി കാണാം. ഓക്കെ, ഇർഫാൻ ബോൾ കൊണ്ട് കളഞ്ഞു. ഇർഫാൻ ഇവിടെ കിടന്ന് ടെന്നീസ് ബോൾ കളിച്ചിട്ട് ഇർഫാൻ ബോൾ കൊണ്ട് കളഞ്ഞെന്നാണ് ഇർഫാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ബ്ലോഗില്ല, ബോളില്ല. അതെ, അടുത്ത പ്രശ്നമായിട്ടുണ്ട്. സുഫിയാന്റെ ഉമ്മ സുഫിയാനെ നമുക്ക് റീൽ എടുക്കണം, പക്ഷേ ഫഹദ് ഇതുവഴി പോയിട്ട് ഹെൽമെറ്റ് ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്. ഹെൽമെറ്റ് ഇല്ല. നമ്പർ നോക്കണം, KL 21Y 3182. ആര് കാണായത്? വ്ളോഗ് എടുക്കില്ല. വ്ളോഗ് കണ്ടായിരുന്നു ഇന്നലത്തെ. യൂട്യൂബിലുണ്ട്, സെർച്ച് ചെയ്യ അൻവറേന്ന്. ഇത് വ്ളോഗ് എടുക്കുന്നു. ഇതൊക്കെ വരും. ഇതൊക്കെ വരും. നാളെ വരും. നാളെ വരും.
ഞാൻ ഹാർട്ട് എന്തോ ഇൻവിസിബിൾ ബോൾ അറിയണോ? ഇത് ചുമ്മാ തുടങ്ങിയത്. ഒന്നുകൂടെ അറിയടാ, കിട്ടിയില്ല. 2000 രൂപ നല്ലൊരു മൈക്കിന്. അത് ക്വാളിറ്റി ഇല്ല. ഞാൻ നോക്കിയായിരുന്നു. പോടാ. മതി മതി, പോ പോ. പ്രാഞ്ചി, നിനക്ക് എത്ര വയസ്സായടാ? നീ എന്തിനാ കൊച്ചു പിള്ളേരെ നശിപ്പിക്കാനായിട്ട്? ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലടിയാ ഉമ്മ വഴക്ക് പറയുന്നത്. ഒന്ന് ഉമ്മ അടുത്ത് പോയി ചോദിക്കട്ടെ. നമുക്ക് ഇവിടെ ഇവിടെ തന്നെ. ഇവിടെ അല്ല അണ്ണ, പിന്നെ എവിടെ ഇവിടെ പോന്നേ? ചെറയല്ലേ? എന്താ വണ്ടി എണ്ണയില്ല, എവിടുന്നല്ല അന്വേഷിച്ച പോലും നടക്കാ വരുന്നല്ലേ. നടന്നാണ് എത്തൂല. അതിനായിട്ട് ഇവിടെ തന്നെ ഉള്ള ഇവിടെ മതി. എനിക്കറിയാം, എടുത്തു സ്ഥലം തീരുമാനിക്കട്ടെ. ഇർഫാൻ വീട്ടിലെ ഡോണാണ്. കേട്ടില്ല, എന്ത് കേട്ടില്ല? എന്നെ വിളിക്കൂടാന്ന് വീഡിയോ എടുക്കാണ് പെട്ടെന്ന് വരണ്ടേ. അപ്പൊ നമുക്ക് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരാം. മറന്നിട്ടില്ലേ? ബോൾ പിടിക്കടാ. നമുക്ക് വീഡിയോ എടുത്തിട്ട് വരാം. അന്ന് നമ്മൾ കളിച്ചത് എല്ലായിട്ട് കോഹ്ലി. ഓ ഇതെന്താ വായിരുന്നത്? ഇർഫാൻ ഭയങ്കര ക്യാറ്റ് കെയർ ആണ്. പൂച്ചേനെ ഇർഫാൻ തല ഇവുന്ന ചീപ്പൊക്കെ ഇട്ടാണ് തല ഇർഫാനെ ഉച്ചക്ക് പൂച്ചക്ക് ഫുഡ് എടുത്തു വന്നു. ഓ അവിടെ ഫുൾ ടോസ് വീഡിയോ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷ്വൽസ് നോക്കുക ഗൈസ്. കിടിലൻ വിഷ്വൽസ് ആണ് അവിടെ മൊത്തം. ഓക്കെ, വ്ളോഗിൻ്റെ കാര്യം പറയുമ്പോൾ വ്ളോഗ് എന്തായാലും നിങ്ങൾക്ക് ഫുള്ള് കാണണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അതെ, ഇർഫാന്റെ രാത്രിയിലെ കളികളൊക്കെ ഈ CCTV അത് 18 വെള്ളത്തിൽ തന്നെ കഴിയുന്നത് സോപ്പ്
ഞാൻ ഇവന് പറഞ്ഞു എറിഞ്ഞു കൈ കൂടെ ഒന്നും ഫോൺ എടുത്തില്ല. പോയെടുത്തിട്ട് ഓടിപ്പോ കൂട്ട് കിട്ടി. ഇത് നടക്കൂല നടക്കോളിയ. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്താ ഈ എടാ അവിടെ ചെറിയ പോന്ന അവിടെ വെള്ളം കഴുവാ. വെള്ളത്തിട്ട് കഴുവാ. അങ്ങോട്ടല്ലേ പോകുന്നു. ബോള് പോയല്ലേ എന്റെ കൈ പിടിച്ചോണ്ടിറങ്ങും. സ്കിഡിലെ ആകാശം. ആ പാട്ട് പാടിക്കാം. കൂരിപ്പോയി. പക്ഷെ നമ്മൾ ഈ വ്ളോഗ് എടുത്ത വ്ളോഗ് പിന്നിരുന്ന് കാണാൻ രസമല്ലേ? ബാക്ക് തൊലങ്ങ അപ്പം ജോയിൻ വിത്ത് അസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാണിക്കൂ. കാട്ടുവരെ നീ എടുക്കും മനസ്സിലെ ഓക്കെ ഗൈസ്, ബോർഡ് അങ്ങനെ പോയിട്ടുണ്ട് കാട്ടിൽ. നല്ല നല്ല കിടിലൻ വഴികളാണ് ഇവിടെ. നമുക്ക് നെടുവേലി പോയാ പോരും. ഇടയില് സ്കൂള്. ഇന്ന് സ്കൂൾ അവധിയായിരുന്നു. അവിടെ ഗ്രൗണ്ടിൽ കയറുന്ന ആരും ഒന്നും പറയില്ല. ഇല്ലേ ഉറപ്പാണ്. എന്ത് നീയാണ് ചെയ്താ? ഞാൻ ചെയ്ത് നെടുവിലൂടെ പോണോ? അറിയത്തില്ല. അവിടെ പോയിട്ട് തുറന്നില്ലെങ്കിൽ ഇതിനെ അറിയാം. അവിടെ വേറെ ആൾക്കാർ കളിച്ചോണ്ടിരിക്കാന്നെങ്കിൽ സൈഡിൽ നിന്ന് എടുക്കും. എടുക്കല്ലേ? നമുക്ക് വലിയ ഗ്രൗണ്ട്. നമുക്കില്ല. എവിടെ പോവാ? സിന്തറ്റിക്കില്. സിന്തറ്റിക് എന്ന് പറഞ്ഞാലേ കോർട്ടാണ്. ഡ്രഗ് അല്ല കേട്ടോ. സിന്തറ്റിക് കോർട്ടോ. സിന്തറ്റിക് കോർട്ട് മറ്റേ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുന്ന അവിടെ. അതാണ് പറഞ്ഞത്. ഞാൻ എന്താ ചളി പറഞ്ഞു? എന്ത് സിന്തറ്റിക് ഡ്രഗ് അല്ല? നീ അല്ലേടാ ഡ്രഗ് അല്ലെന്ന് പറഞ്ഞത്. ഞാൻ പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്ന എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം ഉണ്ടല്ലോ സുഫിയാനെയും മിഥുനെയും എന്തോ പറഞ്ഞു. ഒരാളെ വിളി ഞാൻ വിളിക്കാം. അത് ആരെന്ന് നീ മനസ്സിൽ വിചാരിച്ചതാണ്. മിഥുനെ മനസ്സിലായേ? മിഥുനെ വിളിച്ചിട്ടോ. ഓ വിളിച്ചിട്ടോ. ആറത് നേരത്തെ നമ്മള് വീട് എടുക്കാൻ ചെയ്തു. മോളാ എടുക്കാൻ. എടാ നെടുവേലി ഗ്രൗണ്ട് ഇപ്പൊ പോയി കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് നാളെ ഉച്ചയ്ക്ക് ഇറങ്ങിയാ പോലിരുന്ന മണ്ടത്ര. നാളെ ഇല്ലല്ലോ. എടുക്കൂല. ഞാൻ പലതും വെളിയിലാക്കും. വ്ളോഗ് ഒന്നുകൂടെ ഒന്നുമില്ല കൈസ്, നിങ്ങൾ അറിയണം. അളിയാ മിഥുനെ, നിന്നെ ആരാ മിഥുൻ ചേട്ടാന്നൊക്കെ വിളിക്കുന്നത് ഇർഫാൻ പറഞ്ഞു. ഞാൻ മിഥുനേ ഐഡിയ ഇതും ചീട്ടാന്ന് പറയും. എന്റെ വീക്ക്നെസ് എന്തായാലും എനിക്കറിയാം. ഇടത്തില്ല. ഓ ശരി, ഇടത്തില്ല. കട്ട് ചെയ്തോളാം. ഇർഫാന്റെ വീക്ക്നെസ് എന്ത്? നവഗതാഗതികൾക്ക് സ്വാഗതം. സിംഗിൾ ബാക്കിലോട്ട് മുടി എത്തുപോലെ പൊങ്ങിപ്പോണ്ട് നല്ല കുണ്ടി. ഉയരം 5.5. ഇവിടെ അടിച്ചു കളയുന്നു. ഇവിടെ ഭയങ്കര വാക്കുകാർക്കാണ് ഇവിടെ നടക്കുന്നത്. നിന്നെ ആരാ വിളിച്ചാ? പോയി
നമ്മളെ പറഞ്ഞ് ഇത്തിരി എന്നോടെ അല്ലയാ നീ നിന്റെ ആഗ്രഹം കൊണ്ട് വന്നതല്ലേ. മറ്റേ വീക്ക്നെസ് അതൊക്കെ മാറ്റുന്നേ. നിന്റെ വീക്ക്നെസ് കട്ട് ചെയ്യോടെ പോരെ. ഇർഫാന്റെ വീക്ക്നെസ് പൂരിപ്പിച്ചെന്ന് പറയാം. പൂരിപ്പിക്കുന്നതിന് കമന്റ് ഒക്കെ വരുന്ന ആലോചിക്ക്. ഇടത്തില്ല അണ്ണ. ആര് കാണാളിയാ? ആര് കാണാ? ഇടത്തില്ല. കുറച്ച് കാര്യങ്ങൾ സെൻസർ ചെയ്തിരിക്കുന്നതാണ്. ഇർഫാന്റെ കുറച്ച് പേഴ്സണൽ വിഷയങ്ങൾ, ഇതിന്റെ കുറച്ച് പേഴ്സണൽ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചതിനാൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യും. നിങ്ങൾ ആരും വഴക്ക് പറയരുത്. ഞാൻ പറയാനുള്ള പറഞ്ഞു, നീ കേൾക്കാനുള്ള കേട്ട്. അല്ലെ ചുമ്മാ അടിച്ചു കളല്ല, അങ്ങ് പോവും. ഇപ്പൊ ഉമ്മ വിളിക്കും, എന്റെ ഉമ്മയും വിളിക്കും, പെട്ടെന്ന് വാ. ബോള് പോയി. വിളിച്ചിക്കോടി വീരം എടുക്കും, അല്ല വീരം എടുക്കും. അങ്ങനെ കടിക്കണ അത് നോക്കി കടി വേണ്ട. ഞാൻ അപ്പഴാ പറഞ്ഞു കളിക്കല്ലേ. കണ്ടുപിടി. നമ്മൾ മറ്റേ സ്ക്രിപ്റ്റ് മാറ്റിയില്ല. സുബിയാൻ അമ്മ എന്റെ അമ്മ കളിക്കുന്നു. തിരിച്ചടി എന്റെ ഉമ്മ കളിക്കുന്നു. ബോള് കണ്ടുപിടിക്ക്. ആ ബോള് കിട്ടി. എന്താ ഞാനല്ല സുഫിയാൻ. കുഴി പോവാന്നോ? പോയിട്ട് പെട്ടെന്ന് വാ. ശിവ എന്താ ഓടി പോടാ. പെട്ടെന്ന് പോ. ഇല്ല പോയിട്ട് വരുന്നു. അപ്പം എന്തായാലും ഞാൻ വീട്ടിൽ പോവാം. പിന്നെ കട്ട് ചെയ്യാൻ എങ്ങ് വാണ്ടി അതാണ് കാര്യം പറയുന്നത്. അത് എങ്ങനെ ഒരു മൈൻഡ് ആളിയെ അളിയെ സുഫിയാനെ മാത്രം നമുക്ക് പിന്നെ എടുക്കാം. നമുക്കിപ്പോ നമ്മളെ എടുക്കാം ഗൈസ്. അപ്പൊ നമ്മൾ വീഡിയോ എടുത്തിട്ട് വരാം. റീൽ എടുത്തിട്ട് വരാം. അപ്പം റീൽ എടുത്തിട്ട് കണ്ണനൊന്നും അറിയത്തില്ല. ഇപ്പൊ സ്ക്രിപ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ക്രിപ്റ്റ് തുടങ്ങാൻ പോകുന്നുള്ളൂ. എനിക്കറിയത്തില്ല. അത് നമ്മൾ ചെയ്യുമല്ലോ. നമ്മളെ ഏത് സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടോ? എല്ലാരും ചെയ്യണല്ലോ ചെയ്യാം അല്ലേ? റീൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ കയറിയിട്ട് അൻവറേന്ന് അടിച്ചു കൊടുത്താൽ മതി. 10,000 വ്യൂസ് ആയി യൂട്യൂബിൽ. ഷോർട്സാ ഞാൻ കണ്ട്. നീ പറഞ്ഞിട്ട് നീ നിനക്കിഷ്ടമുള്ള പറ. അതായത് അപ്പം സ്ക്രിപ്റ്റ് പറയണം. ഇങ്ങോട്ട് പറഞ്ഞു വന്നത് പറഞ്ഞ് ഇങ്ങോട്ട് ഇടല്ലേ. അയ്യോ എല്ലാവരും റെക്കോർഡ്. വീക്ക്നെസ് രണ്ടുപേർക്കും ഒന്നും ഇല്ല ഇവിടെ. അതാണ് സത്യം. പറയൂ.
അതായത് ഇതിന്റെ വീക്ക്നെസ് എന്താ അറിയാമോ? നമ്മളെ സ്കൂളിൽ ഈടത്തില്ല പഠിക്കുന്നത് അത് നിനക്ക് സീനുകളാവാത്ത രീതി കേട്ടോ അതുപോലെ ആ ഇത് നമ്മൾക്ക് അറിയാവുന്ന ആരും കാണത്തില്ല. ആരെ കാണും അറിയും. ഇവൻ കാണും, അവൻ കാണും, ഞാൻ കാണും. ആ അതെ, നമുക്കങ്ങ് ചെയ്താ പോരെ. ഓ കട്ടി കട്ടി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് അപ്പൊ നമുക്ക് പോയിട്ട് റീൽ എടുത്തിട്ട് വരാം. വീടും കാണാം. റീൽ എടുത്തപ്പോ രാത്രിയാവും അല്ലേ? ശരി ശരി ശരി. ഹേ ഗൈസ്, അപ്പൊ നമ്മള് വീഡിയോ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് സംഭവിച്ചാല് ചാർജ് ഫോണിന്റെ ചാർജ് തീർന്നു പോയി. അങ്ങനെ ക്രിക്കറ്റ് തുടങ്ങി. ഇതാ ഇപ്പൊ കാണിച്ചാല് കാറങ്ങനെയുള്ളേ. അതെ, ക്രിക്കറ്റിൽ തുടങ്ങി നമ്മൾ എവിടൊക്കെയോ നിന്നു. ക്രിക്കറ്റിൽ തുടങ്ങി നമ്മളിതാ ശ്രമിച്ചു. നല്ല അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടന്റ് കൊള്ളാം, കണ്ടന്റ് കൊള്ളാം. കേറത്തില്ല, കേറുന്നില്ല. പിന്നെ ഇത്രേ ഉള്ളു. വീഡിയോ ബാക്കി എടുക്കാൻ പറ്റില്ല. അതായത് കുറച്ച് എന്ത് ചെയ്യണം, കുറച്ച് പിന്നീട് എടുക്കണുണ്ട്. അതായത് നമ്മുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും രാത്രി ചാർജ് തീർന്ന് രാത്രിയായി പോയി. ഓക്കെ, അപ്പം വിചാരിച്ചു നാളെ പോയി ബാക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതും എടുക്കാറുണ്ട്. പിന്നെ ഇന്നത്തെ ഇത്ര എടുത്തു. അപ്പം ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.